ഹായ് ഇന്ന് നമ്മൾ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു വൺ ഡേ ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വൺ ഡേ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ അതൊരു സ്റ്റോക്ക് തീരുമ്പോൾ നമ്മൾ ആ ഓഫറിൻ്റെ ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് സെറ്റ് പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഇത് ഓർഡർ ചെയ്തോളൂ. നല്ല പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ കമേലിയ പ്ലാന്റ്സിൻ്റെ പല റേറ്റിലുള്ള പ്ലാന്റ്സ് നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു 450 രൂപ മുതൽ 999 വരെ റേറ്റിൽ നമ്മൾ കോംബോ ഓഫറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഇന്ന് കാണിക്കുന്നത്. ഈ ഒരു ഓഫർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ഒരു റേറ്റിലുള്ള പ്ലാൻസും കമേലിയയുടെ ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്ലാന്റ് കെയർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല. അതുപോലെ പ്ലാന്റിൻ്റെ സൈസ് നോക്കാതെ തന്നെ ഓർഡർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളതെല്ലാം ഓൺലൈൻ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെയുള്ള പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. നല്ല സേഫ് ആയിട്ടുള്ള പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ്, അതിൻ്റെ പാക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കമേലിയ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പൂക്കളുണ്ടായി നിൽക്കുള്ളൂ, നന്നാവുള്ളൂ എന്നൊക്കെയുള്ളത്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഇതുപോലെ മനോഹരമായിട്ട് ഈ ഒരു ചെടി ഇതുപോലെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇച്ചിരി എഫേർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ചെടി നമ്മുടെ വീട്ടിലും പൂക്കും. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇതിന് ആവശ്യത്തിന് സൈസുള്ളൊരു പോട്ട്, നല്ല ഡ്രെയിനേജ് ഹോൾസൊക്കെ ഉള്ളൊരു പോട്ടിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നൊരു മിക്സിൽ നടുക എന്നുള്ളതാണ്. മിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മണ്ണെടുക്കരുത്, ഒരു 10% ഒക്കെ മണ്ണ് മതി. ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് പൈൻ ബാർക്ക്, ട്രീറ്റഡ് ആയിട്ടുള്ള കൊക്കോപീറ്റ്, ബയോപീറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൊക്കോപീറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി ഡ്രൈ ആക്കി എടുത്തിട്ട് യൂസ് ചെയ്താലും മതി. അതുപോലെ തന്നെ കമ്പോസ്റ്റ് മിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത്. നമുക്ക് ഓൺലൈനായിട്ട് pH വാല്യൂ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മുടെ മണ്ണിൻ്റെ pH വാല്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഏകദേശം ഒരു 4.5 മുതൽ 6.5 വരെയുള്ള പോട്ടി മിക്സിൽ, അതായത് pH വാല്യൂ ഉള്ള പോട്ടി മിക്സിൽ നന്നായിട്ട് ഈ പ്ലാന്റ് വളരും. അപ്പോൾ നമ്മളിന്ന് നല്ല സൈസിലുള്ള ഒരു കമേലിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. ഇത് ഒത്തിരി വെയിൽ കൊള്ളിക്കരുത്, വെയിൽ ഈ പ്ലാന്റിന് അത്ര പറ്റില്ല കേട്ടോ. സാധാരണ വെയിലത്ത് കൊണ്ട് വെക്കുന്നവരുണ്ട്, വെയിലത്ത് വെക്കരുത്. ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കമേലിയ. ചില ക്ലൈമറ്റിൽ വെയിലത്തിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ നമുക്കിവിടെ വെയിലധികം പറ്റില്ല. വെയിലധികം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ വശത്ത് നിന്ന് ഉണങ്ങാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഉണങ്ങി ചിലപ്പോൾ പ്ലാന്റ് മുഴുവനായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് പ്ലാന്റ് വാങ്ങുന്നവരാരും ഇത് വെയിലത്ത് വെക്കരുത്. ഇങ്ങനെയുള്ള റീസൺ കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ പ്ലാന്റ് പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് നാൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ ഇതുപോലെ നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവും. നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന മണമുള്ള പൂക്കളൊക്കെയുള്ള വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും 5 വെറൈറ്റീസ് അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ് തരുന്നത്. ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് ഇതിൻ്റെ 5 വെറൈറ്റീസ് നമ്മൾ തരാനായിട്ട് പോകുന്നതും. എല്ലാ ക്ലൈമറ്റിലും പൂക്കളുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് NPK ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടും. 19-19-19 റേഷ്യോയിലുള്ള NPK വാങ്ങി ഇതിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചുവടുവശത്തും ഒഴിക്കാവുന്നതാണ്. കാൽഷ്യം നൈട്രേറ്റ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടും ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ചെടികളിൽ കിട്ടുന്നത്. ചെറിയ ചെടികളായിരിക്കുമ്പോൾ മുതൽ ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി തുടങ്ങും. നമ്മുടെ മണ്ണിൻ്റെ pH വാല്യൂ മാറിയാൽ മാത്രമാണ് പൂക്കൾ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതുപോലെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ചെടികളിലെല്ലാം നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായി ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ പോട്ടി മിക്സിലെ വെള്ളം മുഴുവൻ നന്നായിട്ട് വാർന്നു പോയിരിക്കണം. നമ്മൾ ഇതുപോലെയാണ് പ്ലാന്റ്സ് എല്ലാം പാക്ക് ചെയ്ത് അയക്കുക. എത്ര വലിയ പ്ലാന്റ്സ് ആണെങ്കിലും എത്ര ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ അയച്ചു തരുന്നതായിരിക്കും. ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. കമേലിയയുടെ ഏറ്റവും ചെറുത് മുതൽ വലുത് വരെയുള്ള സൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ, ഒത്തിരി ചെറുതല്ല. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ 5 വെറൈറ്റീസ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് 750 രൂപയാണ്. ഇത് നിങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടും.
ഇപ്പോൾ ഹോം ഡെലിവറി വേണ്ടവർ അഡ്രസ്സിൽ സ്പീഡ് പോസ്റ്റ് എന്നൊന്ന് ഇട്ട് തരിക കേട്ടോ. അപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയക്കും, വീട്ടിൽ കിട്ടും കേട്ടോ പ്ലാന്റ്സ്. കുറേ പേര് ചോദിക്കാറുണ്ട് ഹോം ഡെലിവറി ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടാനായിട്ട് അഡ്രസ്സിൽ സ്പീഡ് പോസ്റ്റ് എന്നൊന്ന് കൊടുത്താൽ മതി. ഫോൺ വിളിക്കുമ്പോൾ കുറച്ച് പേരൊക്കെ സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അഡ്രസ്സിൽ തന്നെ സ്പീഡ് പോസ്റ്റ് എന്ന് ഇട്ട് തരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴി വേണ്ടവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. ഒരു കാര്യം ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ കമേലിയ പ്ലാന്റ്സിൻ്റെ ഓഫർ ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് മാത്രമേ പ്ലാന്റ്സ് ഉള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇതുപോലത്തെ പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോരുത്.